വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇന്ത്യ ഉൾപ്പെടെ ഉള്ള രാഷ്ട്രങ്ങൾക്ക് ഏർപ്പെടുത്തിയ താരിഫ് റദ്ദാക്കിയിരിക്കുകയാണ് അമേരിക്കൻ സുപ്രീം കോടതി. ട്രംപിന് സുപ്രീം കോടതിയിൽ വൻ തിരിച്ചടിയേറ്റിരിക്കുന്നു താരിഫ് നയത്തിന്റെ കാര്യത്തിൽ എന്നതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്ത. ട്രംപിന് വൻ തിരിച്ചടിയേറ്റിരിക്കുന്നു സുപ്രീം കോടതിയിൽ. ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് ഈ താരിഫ് നയത്തിൽ ട്രംപ് നടത്തിയിരിക്കുന്നത് എന്നതാണ് കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. കീഴ്ക്കോടതികളിലെല്ലാം ട്രംപിന് തിരിച്ചടി നേരിട്ടിരുന്നു. അവിടെ നിന്ന് ഇത് അനുവദിച്ച് കിട്ടാൻ സുപ്രീം കോടതിയിലെത്തുകയായിരുന്നു ട്രംപ്. അവിടെയും ട്രംപിന് വലിയ തിരിച്ചടി ഇപ്പോൾ നേരിട്ടിരിക്കുകയാണ്. ട്രംപ് ഉന്നയിച്ച കാര്യങ്ങൾ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇത് അമേരിക്കയുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള നയങ്ങളാണ് താൻ ചെയ്യുന്നത് എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അമേരിക്കയുടെ നിലനിൽപ്പിന് ആവശ്യമായ കാര്യങ്ങളാണ് എന്നതാണ് ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ ആ വാദങ്ങളെല്ലാം അമേരിക്കൻ സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നു. താരിഫ് യുദ്ധത്തിൽ ട്രംപിന് വലിയ തിരിച്ചടി അമേരിക്കൻ സുപ്രീം കോടതിയിൽ നേരിട്ടിരിക്കുകയാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയ വൻ നികുതി അത് റദ്ദാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കൻ സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത്. തീരുവകൾ റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനം സുപ്രീം കോടതിയിൽ നിന്ന് വരുമ്പോൾ അത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾക്ക് വലിയ സമാധാനം നൽകുന്ന ഒരു തീരുമാനം എന്നതുകൂടി പറയാം. വലിയ രീതിയിൽ മറ്റ് രാഷ്ട്രങ്ങൾക്കെല്ലാം നികുതി ഉയർത്തുന്ന ഒരു സമീപനമാണ് ട്രംപ് സ്വീകരിച്ചിരുന്നത്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ ട്രംപ് ഈ നികുതി ഉയർത്തുന്നത് അമേരിക്കയ്ക്ക് വേണ്ടിയാണ് എന്നത് പറഞ്ഞു. ഈ നികുതി വർധനവിലൂടെ നേടാൻ കഴിഞ്ഞ അധിക വരുമാനം എന്താണ് എന്നത് കോടതിയിൽ ധരിപ്പിക്കാനും അതിന് അംഗീകാരം നേടാനും ട്രംപ് ശ്രമിച്ചു വരികയായിരുന്നു. പക്ഷേ കീഴ്ക്കോടതികളിലേതുപോലെ തന്നെ ആ വാദങ്ങളെല്ലാം ഇപ്പോൾ അമേരിക്കൻ സുപ്രീം കോടതിയും തള്ളിക്കളഞ്ഞിരിക്കുന്നു. തീരുവകൾ റദ്ദാക്കി സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. മനു ഭരത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. മനു, വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്തയാണ് അമേരിക്കയിൽ നിന്ന് വരുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ വാർത്ത കൂടിയാണ്. എന്തൊക്കെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ? രേണുക, ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസം പകരുന്ന ഒരു വാർത്ത തന്നെ. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത് റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു വലിയ തിരിച്ചടി എന്നാണ് കരുതേണ്ടത്. ഫെഡറൽ കോർട്ടിൻ്റെ 6 ജഡ്ജിമാരാണ് ഇത്തരത്തിൽ ട്രംപിൻ്റെ നടപടി അധികാര ദുർവിനിയോഗമാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. 9 ജഡ്ജിമാരാണ് കേസ് പരിഗണിച്ചത്. അതിൽ 6 ജഡ്ജിമാർ കീഴ്ക്കോടതിയുടെ വിധി അതേപോലെ ശരിവെക്കുകയായിരുന്നു. 1970 നിയമം അനുസരിച്ച് ട്രംപ് ഉപയോഗിച്ചിട്ടുള്ള ഈ അടിയന്തരാവസ്ഥ എന്ന രീതിയും ഈ അധിക തീരുവകളും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് കോടതി വ്യക്തമാക്കുന്നു. ഈ അടിയന്തര സാഹചര്യങ്ങളിൽ എടുക്കാൻ പ്രസിഡന്റ് നൽകുന്ന ചില അധികാരങ്ങളിൽ തീരുവ ഉൾപ്പെടുന്നില്ല എന്ന് കോടതി വ്യക്തമാക്കുന്നു. അങ്ങനെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം, റിപ്പബ്ലിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് കനത്ത ഒരു തിരിച്ചടിയാണ് എന്ന് വ്യക്തമാവുകയാണ്. ഇത് എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട് അനുസരിച്ചാണ് ട്രംപ് ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയത്. പക്ഷേ അതിന് ഉള്ള അംഗീകാരം അതിനുള്ള അധികാരം ട്രംപിന് ഇത് ഇല്ല എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ട്രംപിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയുടെ നന്മയ്ക്കെന്ന് പറഞ്ഞ് ട്രംപ് ഏർപ്പെടുത്തിയ അധിക തീരുവ അത് നിലനിൽക്കുന്നതല്ല എന്ന് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഇപ്പോൾ കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. തീരുവ കാണിച്ച് താൻ ഇന്ത്യയെയും പാകിസ്ഥാനെയും ഭയപ്പെടുത്തി എന്നതാണ് കഴിഞ്ഞ ദിവസം രാത്രി പോലും ട്രംപ് അവകാശപ്പെട്ടിരുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് താൻ ആ വിഷയത്തിൽ ഇടപെട്ടു എന്നാണ് ട്രംപ് വീണ്ടും അവകാശവാദം ഉന്നയിച്ചത്. അതിന് അദ്ദേഹം പറഞ്ഞത് 200% നികുതി എന്ന ഭീഷണി താൻ മുഴക്കി. അതാണ് ഇന്ത്യയും പാകിസ്ഥാനെയും ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്ക് എത്തിച്ചത് എന്നതാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും തെറ്റായ അവകാശവാദങ്ങൾക്ക് പോലും തീരുവ ഭീഷണിയാണ് ട്രംപ് ആവർത്തിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ ട്രംപ് കഴിഞ്ഞ ദിവസം രാത്രി പോലും ആ തീരുവ ഭീഷണിയുടെ കാര്യം ഉയർത്തിക്കാട്ടിയതാണ്. അങ്ങനെ രാഷ്ട്രങ്ങളെ നിലയ്ക്ക് നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന അവകാശവാദം ഉന്നയിച്ചിരുന്ന ട്രംപിന് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ സ്വന്തം നാട്ടിൽ നിന്നേറ്റിരിക്കുന്നത്. സ്വന്തം നാട്ടിലെ സുപ്രീം കോടതി അദ്ദേഹത്തിന്റെ ഈ ന്യായവാദങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്.
അമേരിക്കയ്ക്ക് വേണ്ടിയാണെന്നും അമേരിക്കയ്ക്ക് ഗുണം ചെയ്യുന്ന കാര്യമാണ് താൻ ചെയ്യുന്നതെന്നും ട്രംപ് ആവർത്തിച്ച് ഈ കോടതികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു. അങ്ങനെയുള്ള വാദങ്ങളാണ് ട്രംപിന്റെ അഭിഭാഷകർ കോടതികളിൽ നടത്തിയത്. എല്ലാ കോടതികളും ട്രംപിനെ, ഇതുവരെയുള്ള കീഴ്ക്കോടതികളെല്ലാം തന്നെ ട്രംപിന്റെ ഈ ന്യായീകരണങ്ങൾ തള്ളിക്കളഞ്ഞിരുന്നു. ഇങ്ങനെ ഒരു തിരിച്ചടി ട്രംപ് പ്രതീക്ഷിച്ചിരുന്നു എന്ന് വേണം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ. ട്രംപ് തന്നെ സ്വയം ഈ തീരുവയിൽ കുറച്ച് പിന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോഴും വേണമെങ്കിൽ ഈ തീരുമാനവുമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യങ്ങൾ അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ച് അവരുടെ ഭരണഘടന നൽകുന്ന ചില പ്രത്യേക അവകാശങ്ങളുണ്ട് എന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. മനു, ട്രംപിന് വേണമെങ്കിൽ ഈ തീരുവ തന്നെ ചുമത്തി മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളും സാധ്യതകളും അമേരിക്കയുടെ ഭരണഘടന നൽകുന്നുണ്ട്. അത് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യവും സാധ്യതയും ഒക്കെ ട്രംപിനെ സംബന്ധിച്ച് ഉണ്ട്. അത് ട്രംപ് എന്ന വ്യക്തിയെ സംബന്ധിച്ച് മുൻപിൻ നോക്കാതെ തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തിയാണ്. വേണമെങ്കിൽ കോടതി ഉത്തരവ് മറികടക്കാനുള്ള അവസാന ശ്രമങ്ങൾ വരെ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. പക്ഷേ എല്ലാ കോടതികളിലും ട്രംപിനേറ്റിരിക്കുന്ന ഈ തിരിച്ചടി എന്ന് പറയുന്നത് അതൊരു പാഠമായി മാറാനുള്ള സാധ്യതയും സാഹചര്യവും ഉണ്ടോ? സ്വാഭാവികമായും ഇത് മറികടക്കുക എന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രശ്നം തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ വിധിന്യായത്തിൽ പ്രധാനമായും ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് ഒരു കാര്യം വ്യക്തമാക്കുന്നത്, ട്രംപ് തൻ്റെ അധികാര പരിധി കടന്നുള്ള ഒരു പ്രവൃത്തിയാണ് ഇത്തരം ഒരു തീരുവ നയത്തിലൂടെ എടുത്തിരിക്കുന്നത് എന്ന് കോടതി വ്യക്തമാക്കുന്നു. ഏതായാലും ട്രംപിനെ അനുകൂലിച്ച് 9 അംഗ ബെഞ്ചിൽ 3 പേർ ട്രംപിനെ അനുകൂലിച്ച് വന്നിട്ടുണ്ട്. അത് ജസ്റ്റിസ് ക്ലാരൻസ് തോമസും സാമുവൽ അലിറ്റോയും അതുപോലെ ബ്രെറ്റ് കുവൻഗാങ്ങും ട്രംപിനെ അനുകൂലിച്ച് ട്രംപിൻ്റെ നിലപാടാണ് ശരിയെന്ന് വ്യക്തമാക്കി വന്നിട്ടുണ്ട്. പക്ഷേ 6 ജഡ്ജിമാർ, ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള 6 ജഡ്ജിമാരാണ് ട്രംപിൻ്റെ നടപടി അംഗീകരിക്കാൻ കഴിയില്ല, ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവർ ആക്ട് അനുസരിച്ച് അംഗീകരിക്കാൻ കഴിയില്ല, അതിന് ഒരു കാര്യമായ പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന് വ്യക്തമാക്കുന്ന ഈ റെസിപ്രോക്കൽ താരിഫ് എന്ന, അതായത് ഈ പകരച്ചുങ്കം എന്ന ട്രംപിൻ്റെ നയം അത് ദൂരവ്യാപകമായ ഒരു സാമ്പത്തിക പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും എന്ന് കോടതി വ്യക്തമാക്കുന്നു. മാത്രമല്ല ഇത് ട്രംപിന് അനുവദിച്ചിട്ടുള്ള IEEPA നിയമം അനുസരിച്ച് ട്രംപിന് അനുവദിച്ചിട്ടുള്ള അധികാര പരിധികൾ കടക്കുന്നതാണ് എന്ന് കോടതി വ്യക്തമാക്കുന്നു. ഏതായാലും അതിൽ ഒരു കാര്യം പറയുന്നത്, IEEPA ഡസ് നോട്ട് എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻ താരിഫ് എന്നാണ് കോടതി എടുത്തു പറയുന്നത്. IEEPA നിയമം, അതായത് ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവർ ആക്ട്, ഇത്തരത്തിൽ അടിയന്തര സാഹചര്യങ്ങൾ എടുക്കാൻ അനുവദിക്കുന്ന ചില നടപടികളിൽ ഈ സാമ്പത്തിക കാര്യങ്ങളിൽ താരിഫ് എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. താരിഫ് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷേ അത് പ്രസിഡന്റിന് ഇത് റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു അധികാരം മാത്രമാണ് നൽകുന്നത്. അത് ഫോറിൻ പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻസും അതുപോലെ നാഷണലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും നാഷണൽ എമർജൻസിയും അസാധാരണമായ സാഹചര്യങ്ങളിലാണ് വിനിയോഗിക്കേണ്ടത് എന്ന കാര്യം കൂടി കോടതി പറയുന്നു. ഏതായാലും ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇത് പ്രസിഡന്റിന് ഇത്തരം ഒരു അധികാര പരിധിയുണ്ട് എന്ന് ദീർഘനേരം വാദിക്കുകയും ചെയ്തിരുന്നു. അത് ഇത്തരത്തിൽ ഒരു പ്രസിഡന്റിനെ അത് ചുമതലപ്പെടുത്തുന്ന ഒരു അധികാരം ഈ ആക്ടിൻ്റെ ഭാഗമായി കിട്ടുന്നു എന്ന് പറയുമ്പോഴും അതിനെ ഫെഡറൽ ട്രേഡ് കോർട്ട് അംഗീകരിച്ചിട്ടില്ല. ഈ ഫെഡറൽ അപ്പീൽസ് കോർട്ടും 2 കോടതികളും ട്രംപിൻ്റെ ഈ നീക്കം നിയമവിരുദ്ധമാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷമാണ് അമേരിക്കയിലെ സുപ്രീം കോർട്ട് ഈ കേസ് എടുത്തത്. ഈ ഫെഡറൽ ട്രേഡ് കോർട്ടിൻ്റെയും ഫെഡറൽ അപ്പീൽ കോർട്ടിൻ്റെയും ഒക്കെ നടപടികൾ ശരിവെച്ചുകൊണ്ടാണ് ഈ ഏകപക്ഷീയമായ തീരുവ പ്രഖ്യാപനം പൂർണ്ണമായും നിയമവിരുദ്ധമാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഏതായാലും അമേരിക്കയുടെ ഒരു വലിയ നികുതി വരുമാനം വരുന്നത് ഈ IEEPA ഡ്യൂട്ടീസിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വ്യക്തമായിരുന്നു. അത് ട്രംപ് അതൊരു നേട്ടമായി ഉയർത്തിക്കാണിക്കുകയും ചെയ്തിരുന്നു. ഇത്
ഒരു വൈറ്റ് ഹൗസിൻ്റെ ഒരു ലിബറേഷൻ ആണ് എന്ന തരത്തിലൊക്കെ ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ ഇപ്പോൾ അപ്രസക്തമായിരിക്കുന്നു. ഏതായാലും വിപണികളിൽ ഇതിൻ്റെ ഒരു ആഘാതം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. അന്താരാഷ്ട്ര വിപണികളിൽ ഈ വിധി വന്നതോടുകൂടി നേരിയ തോതിലുള്ള ആഘാതങ്ങൾ വരുന്നു. ഇത്തരം പെട്ടെന്ന് ഈ ട്രാഫിക് അല്ലെങ്കിൽ ഈ താരിഫ് പെട്ടെന്ന് നിർത്തിവെച്ചത് ഈ തീർച്ചയായും ട്രേഡിനെ ഒക്കെ ബാധിക്കും. ഏത് തരത്തിൽ ബാധിക്കുമെന്നത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. അതേസമയം ഇന്ത്യൻ വിപണിക്ക് ഇത് കൂടുതൽ ഉണർവാകുമോ നൽകുക എന്നതും നമ്മൾ കാത്തിരുന്ന് കാണണം. നമ്മളെ കഴിഞ്ഞ കുറേ നാളായി സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടിലേക്ക് നയിച്ചിരുന്നതാണ് ഈ തീരുമാനം.